ഹായ് ഗൈസ്, ഭൂമിയിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഓക്സിജൻ സിലിണ്ടർ ഇല്ലാണ്ട് എങ്ങനെയാണ് ഗപ്പി ഫിഷിനെ പാക്ക് ചെയ്യാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. പാക്ക് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ കൊറിയർ പാക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫിഷിനെ കണ്ടീഷൻ ചെയ്തതിന് ശേഷം മാത്രമേ കവറിൽ കയറ്റാൻ പാടുകയുള്ളൂ. അതായത് പാക്ക് ചെയ്യുന്നതിന് 24 മണിക്കൂർ മുമ്പ് തന്നെ ഫിഷിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിടണം. ഇങ്ങനെ മാറ്റിയിട്ടതിന് ശേഷം ഫിഷിന് തീറ്റ കൊടുക്കാതിരിക്കുക. ഇങ്ങനെ ഫിഷിന് തീറ്റ കൊടുക്കാതിരിക്കുന്നതിൽ വിഷമമൊന്നും വിചാരിക്കരുത്. നമ്മുടെ ഫിഷിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തീറ്റ കൊടുക്കാതിരിക്കുന്നത്. നമ്മൾ അയക്കുന്ന കൊറിയർ പാക്കിങ്ങിലെ വെള്ളത്തിൽ 2-3 ദിവസം വരെ ഇവർക്ക് ജീവിക്കാനുള്ളതാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ ഗപ്പി വേസ്റ്റ് പുറപ്പെടുവിക്കുകയാണെങ്കിൽ വെള്ളത്തിൽ അമോണിയ കൂടുകയും വെള്ളം പെട്ടെന്ന് തന്നെ ചീത്തയാകുകയും ചെയ്യും. ഇങ്ങനെ കണ്ടീഷൻ ചെയ്യാതെ കൊറിയർ അയക്കുകയാണെങ്കിൽ ഫിഷ് ഡെഡ് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് പാക്കിങ്ങിലേക്ക് കടക്കാം. നമ്മളിവിടെ പാക്ക് ചെയ്യാനെടുത്തിരിക്കുന്ന ഗപ്പി വൈറ്റ് ടക്സിഡോ ആണ്. വൈറ്റ് ടക്സിഡോ നല്ല പോലെ മാർക്കറ്റുള്ള ഒരു ഗപ്പിയാണ്. എന്നാൽ നല്ല പോലെ കെയർ ചെയ്യേണ്ട ഒരു ഐറ്റം കൂടെയാണ്. കൊടുക്കുന്ന ഫീഡിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവരുടെ ടെയിലുകളിൽ മറ്റു കളറുകൾ കയറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ടെയില് വൈറ്റ് ആയതുകൊണ്ട് ഈ ഡിഫക്റ്റ് പെട്ടെന്ന് തന്നെ എടുത്തു കാണിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള മീനുകൾക്ക് ലൈവ് ഫുഡായ മൊയിനയാണ് കൂടുതലും നൽകേണ്ടത്. നമ്മളിവിടെ പാക്കിങ്ങിനായിട്ട് എടുത്തിരിക്കുന്നത് 12/6 കവറാണ്. 12 ഇഞ്ച് നീളവും 6 ഇഞ്ച് വീതിയും. കവർ മേടിക്കുമ്പോൾ നീളം കൂടുതലുള്ള കവർ മേടിക്കാൻ ശ്രദ്ധിക്കുക. ഫിഷിനെ പാക്ക് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് വെള്ളമെടുക്കാതെ ഫിഷിനെ ഇട്ടിരിക്കുന്ന ആ പാത്രത്തിൽ നിന്ന് തന്നെ വെള്ളമെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ വെള്ളമെടുക്കുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം എടുത്താൽ മതി. വെള്ളം കൂടുന്നതിനനുസരിച്ചിട്ട് കവർ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ കവറിൻ്റെ കാൽ ഭാഗത്തിന് താഴെ വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു ജോഡി ഫിഷ് പാക്ക് ചെയ്യാൻ ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്ക് ഫിഷിനെ പതിയെ കവറിലേക്ക് പിടിച്ചിടാവുന്നതാണ്. ഫിഷിനധികം സ്ട്രെസ് കൊടുക്കാതെ പിടിച്ചിടാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിനി ഈ കവറിൽ എയർ നിർത്തി പാക്ക് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് കവർ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് പിടിച്ചേക്കുന്നത്. നേരെ ക്രോസ് ആയിട്ട് പിടിക്കുക. ഇങ്ങനെ നല്ല പോലെ വലിച്ചു പിടിച്ചതിന് ശേഷം 1-2 മടക്കുകൾ മടക്കുക. വലിച്ചു പിടിച്ചുകൊണ്ട് തന്നെ സാരി ഞൊറിയുന്ന മാതിരി ഞൊറിയുക. കവറിൻ്റെ താഴത്ത് പിടിച്ച് 2 തിരി കൂടെ തിരിക്കുമ്പോൾ നമ്മുടെ കവർ എയർ ടൈറ്റ് ആയിട്ട് സെറ്റായി. നമുക്ക് ഈ എയർ കളയാണ്ട് തന്നെ റബ്ബർ ബാൻഡ് ഇടാനും പഠിക്കണം. അതിനും ഒരു പ്രത്യേക രീതിയുണ്ട്. റബ്ബർ ബാൻഡ് എടുത്തിട്ട് അത് നമ്മുടെ 2 വിരലിലിടുക. എന്നിട്ട് ആ റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മുടെ കവറിൻ്റെ നെക്കിൽ കൊണ്ടുവരണം. അവിടെ ഒരു ലോക്ക് ഉണ്ട്. നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു റബ്ബർ ബാൻഡിൻ്റെ അകത്തൂടെ മറ്റേ ആ റബ്ബർ ബാൻഡ് കയറ്റുക. അപ്പോൾ ഒരു ലോക്ക് വീഴുന്നതാണ് അവിടെ. ആ ലോക്ക് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു വശത്തിലേക്ക് തിരിക്കുക.
നല്ല ടൈറ്റായിട്ട് തന്നെ തിരിക്കുക. റബ്ബർ ബാൻഡിൻ്റെ പകുതി ഇങ്ങനെ തിരിച്ച് നമുക്ക് വീണ്ടും ഒരു ലോക്കും കൂടി ഇടാനുണ്ട്. അപ്പോൾ പകുതി തിരിച്ചാൽ മതി. എന്നിട്ട് മോൾ വശം മടക്കിയിട്ട് മുകളിലും ഒരു ലോക്ക് ഇട്ടിട്ട് നല്ലപോലെ തിരിക്കുക. മുകൾ വശം മടക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇടുന്നത് ഒരിക്കലും എയർ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു റബ്ബർ ബാൻഡും കൂടെ ഇടുന്നത് നന്നായിരിക്കും. ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ഈ റബ്ബർ ബാൻഡ് പൊട്ടിപ്പോയാൽ രണ്ടാമത്തെ റബ്ബർ ബാൻഡ് അവിടെ കിടന്നോളും. കൊറിയർ പാക്ക് ചെയ്യുമ്പോൾ കവറിൻ്റെ അടിയിലെ 2 എഡ്ജിൽ സെല്ലോ ടേപ്പ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെ സെല്ലോ ടേപ്പ് ചെയ്തതിന് ശേഷം ഡബിൾ പാക്കിംഗ് ചെയ്യുക. അതായത് മുകളിൽ കൂടെ മറ്റൊരു കവർ കൂടെ ഇട്ടിട്ട് കെട്ടുക. കൊറിയർ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ഡബിൾ പാക്ക് ചെയ്യണം. ഒരു വിധത്തിലും കവർ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഫിഷിനെ തെർമോക്കോൾ വെച്ചൊരു കാർഡ്ബോർഡ് ബോക്സിൽ പാക്ക് ചെയ്യുക. ബോക്സിൻ്റെ പുറത്ത് കസ്റ്റമറുടെ പേരും അഡ്രസ്സും ലൈവ് ഫിഷ് എന്ന് വലുതാക്കി എഴുതാനും മറക്കരുത്. ലൈവ് ഫിഷ് എന്ന് എഴുതുമ്പോൾ കൊറിയറുകാർ കുറച്ചും കൂടി കെയർ ചെയ്ത് കൊണ്ടുപോകും. നമ്മളിങ്ങനെ മൊയ്ന കൾച്ചർ കൊറിയർ ചെയ്ത് നൽകുന്നതാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ കമൻ്റായിട്ടും ചോദിച്ചാൽ മതി. നമ്മൾ കൊറിയർ ചെയ്ത് നൽകുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക.